Hello dears, welcome back to ISK is English. Hello dear students. നമ്മളിപ്പോൾ മൂന്നാമത്തെ ബ്ലോക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ മൂന്നാമത്തെ ബ്ലോക്കിൽ നമ്മൾ നാലാമത്തെ ചാപ്റ്റർ എടുത്തു, അതായത് നാലാമത്തെ യൂണിറ്റ് എടുത്തു. മൂന്നാമത്തെ യൂണിറ്റും അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ യൂണിറ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ദ റൊമാൻറ്റിക് പീരീഡ് എന്നുള്ളതാണ് ഒന്നാമത്തെ യൂണിറ്റ്. അവർ പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ് റൊമാൻറ്റിക് പീരീഡ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് റൊമാൻറ്റിക് പീരീഡ്, ഈ ഒരു കാലഘട്ടത്തെ കുറിച്ചുള്ള ഒരു ഷോർട്ട് എസ്സേ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷോർട്ട് എസ്സേ കഴിഞ്ഞതിന് ശേഷം ഈ ചാപ്റ്ററിലെ ചില പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ 2 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഇന്ന് ഈ ഒരു എസ്സേ മാത്രം, കാരണം ഈ എസ്സേ അത്യാവശ്യം ഒരു അരമണിക്കൂറൊക്കെ ലെങ്ത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ഒരു എസ്സേ, കാരണം എല്ലാം കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ വളരെ ലെങ്തി ആവും. അപ്പോൾ നമുക്ക് നേരെ എസ്സേയിലേക്ക് പോവാം. അപ്പോൾ നോക്കൂ, ദ റൊമാൻറ്റിക് ഏജ് എന്നുള്ളതാണ്. റൊമാൻറ്റിക് ഏജ് സാധാരണ നമുക്കറിയാം, റൊമാൻറ്റിക് അല്ലെങ്കിൽ റൊമാൻസ് എന്ന പദം സാധാരണ കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കുക ലവ്, അതുമായി ബന്ധപ്പെട്ട ഒരു പദം അല്ലേ സാധാരണ. എന്നാൽ ലിറ്ററേച്ചറിൽ ലവ് എന്നുള്ളതല്ല. ലിറ്ററേച്ചറിൽ ഈ പദത്തിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഈ പദത്തിൻ്റെ അർത്ഥം എന്നുള്ളത് ഇമാജിനേഷനുമായി ബന്ധപ്പെട്ടതാണ്. സങ്കല്പത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് എഴുതുന്ന രീതിയാണ്. അപ്പോൾ നേരെ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കാട്ടോ. The word romantic is derived from the French word. അപ്പോൾ റൊമാൻറ്റിക് എന്ന പദം ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നുമാണ് രൂപപ്പെട്ടു വന്നത്, ഡിറൈവ് ചെയ്തു വന്നത്. അതായത് റൊമാൻസ് എന്ന് പറയുന്ന ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് റൊമാൻറ്റിക് ഉണ്ടായത്. വിച്ച് സജസ്റ്റ് എ സ്റ്റോറി. ഈ ഒരു റൊമാൻസ് എന്ന് പറയുന്ന ഫ്രഞ്ച് വേർഡിന് അർത്ഥം സ്റ്റോറി എന്നാണ്. സജസ്റ്റ് എ സ്റ്റോറി in which the scenarios and characters are unreal. എന്താണ് ആ സ്റ്റോറിയുടെ പ്രത്യേകത? ആ സ്റ്റോറിയിലെ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ സെനാരിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻസ്, അതിലെ രംഗങ്ങളും. അപ്പൊ കഥാപാത്രങ്ങളും രംഗങ്ങളും അൺറിയൽ, റിയൽ അല്ലാത്ത. അപ്പൊ റിയൽ അല്ലാത്ത കഥയും കഥാപാത്രങ്ങളും ഉള്ള, രംഗങ്ങളും കഥാപാത്രവുമുള്ള സ്റ്റോറി കഴിഞ്ഞില്ല. ആൻഡ് റിമൂവ്ഡ് ഫ്രം എവറി ഡേ ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ നിന്നും, നമ്മുടെ സാധാരണ ദൈനംദിന ജീവിതത്തിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളുള്ള, റിമൂവ്ഡ് എന്ന് പറഞ്ഞാൽ വളരെ അകലെ, വളരെ മാറ്റമുള്ള ഒരു കഥ. അപ്പോൾ ആ കഥയിലെ കഥാപാത്രങ്ങൾ, ആ കഥയിലെ സെനാരിയോ, സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ അതിലെ രംഗങ്ങൾ, അതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും, നമ്മുടെ നിത്യജീവിതത്തിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ്. അത്തരം ഒരു കഥയെ സൂചിപ്പിക്കുന്ന റൊമാൻസ് എന്ന് പറയുന്ന ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് റൊമാൻറ്റിക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് റിമൂവ് ചെയ്തത്. ഇനി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഈ റൊമാൻറ്റിക് ഏജ് എന്നാണ് തുടങ്ങുന്നത്, ഏതുവരെയാണ്? ദ റൊമാൻറ്റിക് പീരീഡ് ബിഗാൻ റഫ്ലി അറൗണ്ട് 1798. ഏകദേശം, അറൗണ്ട് മീൻസ് റഫ്ലി അറൗണ്ട് 1798, ഏകദേശം 1798 ഏകദേശം ഈ ഒരു പീരീഡ് തുടങ്ങുന്നത്. ലാസ്റ്റഡ് ഈ പീരീഡ് ലാസ്റ്റ് ചെയ്തു, നീണ്ടു നിന്നു. അൻറ്റിൽ 1837, 1837 വരെ ഈ കാലഘട്ടം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നീണ്ടു നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീരീഡിനെയാണ് 1798 മുതൽ 1837 വരെയുള്ള കാലഘട്ടമാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ റൊമാൻറ്റിക് ഏജ് ഓർ റൊമാൻറ്റിക് പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൊമാൻറ്റിക് മൂവ്മെന്റ് റെപ്രസെന്റ്സ് എ ഷിഫ്റ്റ് ഓഫ് ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് സെൻസിബിലിറ്റീസ്. ഈ റൊമാൻറ്റിക് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചറിലെ ഒരു പ്രസ്ഥാനമാണ് റൊമാൻറ്റിക് മൂവ്മെന്റ്. അതായത് നമ്മൾ എന്താണ് റൊമാൻറ്റിക് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു.
ഭാവനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി, ഇമാജിനേഷന് കൂടുതൽ പ്രാധാന്യം നൽകി എഴുതുക. അപ്പൊ ഈ ആശയം ഫോളോ ചെയ്യുന്ന റൈറ്റേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ് എന്ത്, റൊമാൻറ്റിക് മൂവ്മെന്റ്. ഈ റൊമാൻറ്റിക് മൂവ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്, കാണിക്കുന്നത് ഒരു ഷിഫ്റ്റാണ്, ഒരു ചേഞ്ചാണ് കാണിക്കുന്നത്. എന്തിനാണ് ആ ചേഞ്ച് ഉള്ളത്? ഓഫ് ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് സെൻസിബിലിറ്റീസ്, അതായത് സാഹിത്യവും കലയെയും നോക്കിക്കാണുന്ന രീതി, ആ നോക്കിക്കാണുന്ന രീതിയിലുള്ള ചേഞ്ചാണ് റൊമാൻറ്റിക് മൂവ്മെന്റ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിനെയാണ് റൊമാൻറ്റിക് മൂവ്മെന്റ് എന്ന പദം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഷിഫ്റ്റ് ഓഫ് ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് സെൻസിബിലിറ്റീസ്. ആർട്ടിസ്റ്റിക് സെൻസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കലയെ നോക്കി കാണുക, കലയെ ഉൾക്കൊള്ളുക, കലയെ കലയായിട്ട് ഉൾക്കൊള്ളുക. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ കലാസൃഷ്ടികളോടുള്ള ആളുകളുടെ സമീപനം, കാരണം ആളുകൾ ഇടുന്ന പല കമന്റുകൾക്കും മാറ്റം വരും. ഒരു സിനിമയെ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ അതിനൊരു കലയായിട്ട് കാണാം. നമ്മൾ മറ്റു പല തരത്തിലും കാണുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ കലയെ കലയായിട്ട് കാണുക, അല്ലെങ്കിൽ അതിനെ കാണുന്ന ആ ഒരു സമീപന രീതി, ദാറ്റ് ഈസ് സെൻസിബിലിറ്റീസ് കേട്ടോ. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് മാർക്ക്ഡ് ബൈ, ഈ ഒരു കാലഘട്ടം അടയാളപ്പെടുത്തുന്നു. എന്തിനാണ് അടയാളപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എന്താണ് മാർക്ക് ചെയ്യുന്നത്, എന്താണ് ഇവിടെ നമ്മൾ കാണുന്നത്? മാർക്ക്ഡ് ബൈ സെലിബ്രേഷൻ ഓഫ് നേച്ചർ, ഇമോഷൻസ്, ഇമാജിനേഷൻ ആൻഡ് കോമൺ പീപ്പിൾ. അപ്പൊ ഈ വർക്കുകളിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? ഈ വർക്കുകളിൽ നേച്ചർ, പ്രകൃതിയാണ് ഇവിടെ പുകഴ്ത്തുന്നത്. പ്രകൃതിയെക്കുറിച്ചുള്ള കവിതകൾ, ഇമോഷൻസിനും ഇമാജിനേഷനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെ തന്നെ കോമൺ പീപ്പിൾ. എങ്ങനെയാണ് കോമൺ പീപ്പിളിന് പ്രാധാന്യം കൊടുക്കുന്നത്? ഈ ഒരു കാലഘട്ടത്തിലെ കഥകളിലും കവിതകളിലും നാടകങ്ങളിലും കഥാപാത്രങ്ങളായി വന്നിരുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ചിന്തകള്, അവരുടെ ജീവിത രീതികള്, അവരുടെ ഫീലിങ്സിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് അവയുടെ ഒരു സെലിബ്രേഷനാണ് ഈ കാലഘട്ടം മാർക്ക് ചെയ്യുന്നത്, രേഖപ്പെടുത്തി വെക്കുന്നത്. റൊമാൻറ്റിസിസം ഒപ്പോസിഡ്, ഈ റൊമാൻറ്റിസിസം എതിർത്തു. എന്തിനെ? നിയോ ക്ലാസിസം. നിയോ ക്ലാസിസത്തെ എതിർത്തു. ഇതിന്റെ മുൻപ് വരുന്ന പീരീഡാണ് എന്ത്? നിയോ ക്ലാസിസം. ആ നിയോ ക്ലാസിസത്തെ, അത് ഓരോ പീരീഡും അങ്ങനെ ആയിരിക്കും, കാരണം തൊട്ട് മുൻപ് വന്ന കാലഘട്ടം എന്താണോ അതിനെ എതിർക്കുക. അപ്പൊ ആ നിലയ്ക്ക് റൊമാൻറ്റിസിസം ഒപ്പോസിഡ് നിയോ ക്ലാസിസം. എന്താണ് ഇവർക്ക് നിയോ ക്ലാസിസത്തിന്റെ ഇഷ്ടപ്പെടാതിരുന്നത്? വിച്ച് ഫോക്കസ് ഓൺ ഓർഡർ, ഇന്റലക്ട്, റീസൺ ആൻഡ് യൂണിവേഴ്സലിസം ഇൻ ലിറ്ററേച്ചർ. അതായത് നിയോ ക്ലാസിസിസം അല്ലെങ്കിൽ നിയോ ക്ലാസിസിസ്റ്റുകൾ സാഹിത്യത്തില് യൂണിവേഴ്സലിസത്തിനും റീസൺ, യുക്തിക്കും, ഇന്റലക്ച്വൽ, ബുദ്ധിക്കും, അതുപോലെ തന്നെ ഒരു ഓർഡർ, ഒരു അടുക്ക് ചിട്ട ക്രമം, ഇതിനെല്ലാമാണ് ഇവർ ഫോക്കസ് ചെയ്തത്. അവ നിയോ ക്ലാസിസിസം അവർ പറയുന്നത് ഒരു വർക്ക് എന്ന് പറയുമ്പോൾ നാടകമോ നോവലോ ഫിക്ഷനോ എന്തായിക്കോട്ടെ അതിനൊരു ഓർഡർ വേണം, അതിൽ ഇന്റലക്ച്വലായ കാര്യങ്ങൾ വേണം, അതൊരു ധാർമ്മിക പാഠം പഠിപ്പിക്കണം, ഇത്തരത്തിൽ അതിന് യൂണിവേഴ്സലിസം വേണം. ഇത്തരം കാര്യങ്ങളിലാണ് നിയോ ക്ലാസിസം ഫോക്കസ് ചെയ്തത്. അതാർക്ക് സഹിച്ചില്ല? റൊമാൻറ്റിസിസത്തിന് സഹിച്ചില്ല. അവരതിനെ ഒപ്പോസ് ചെയ്തു, എതിർത്തു. ഇനി ദേ ബിലീവ്ഡ് ദാറ്റ്, റൊമാൻറ്റിസിസത്തിന്റെ, നിയോ ക്ലാസിസത്തിന്റെ അല്ലട്ടോ ദേ എന്ന് പറഞ്ഞാൽ അവിടെ കൺഫ്യൂഷൻ ആവരുത്. ദേ ബിലീവ്ഡ് ദാറ്റ്, അവർ വിശ്വസിച്ചു. അവരെന്ന് പറഞ്ഞാൽ റൊമാൻറ്റിസിസത്തിന്റെ വക്താക്കൾ വിശ്വസിച്ചത് എന്താ? വിശ്വസിച്ചത് the unique emotions or viewpoints could not be expressed in a particular form or order. അതായത് നിയോ ക്ലാസിസം പറയുന്ന പോലെ ഒരു പ്രത്യേക ഓർഡറോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫോമോ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ആളുകളുടെ, കഥാപാത്രങ്ങളുടെ യുണീക്കായിട്ടുള്ള, ചില കഥാപാത്രങ്ങൾക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഇമോഷൻസിനെയോ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ വ്യൂ പോയിന്റ്സോ എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല.
അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ടുള്ള വ്യൂ പോയിന്റ്സും ഓർഡറും വേണം എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. They believed that the unique emotions or viewpoints could not be express ചെയ്യാൻ കഴിയില്ല in a particular form or order. So romanticism adopted, അതുകൊണ്ട് തന്നെ റൊമാൻറ്റിസിസം അഡോപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ സ്വീകരിച്ചു ന്യൂ ഫോംസ്, പുതിയ ശൈലികൾ, പുതിയ രീതികൾ ഓഫ് എക്സ്പ്രഷൻ ടു പ്രസന്റ് ദയർ റാഡിക്കൽ വേൾഡ് വ്യൂ ഓഫ് ഹ്യൂമൻ. അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകളെ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി അവർ പുതിയ ഫോംസ് അഡോപ്റ്റ് ചെയ്തു. അവർക്ക് അവരുടേതായിട്ടുള്ള എക്സ്പ്രഷൻ എന്തിനു വേണ്ടിയിട്ട്? ന്യൂ ഫോംസ് ഓഫ് എക്സ്പ്രഷൻ ടു പ്രസന്റ്. എന്താണ് പ്രസന്റ് ചെയ്യുന്നത്? ദയർ റാഡിക്കൽ വേൾഡ് വ്യൂ ഓഫ് ഹ്യൂമൻ, അതായത് മനുഷ്യനെ സംബന്ധിച്ച അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലോക കാഴ്ചപ്പാട്, അവരുടെ വേൾഡ് വ്യൂ. റാഡിക്കൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക്, റാഡിക്കൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരം, അതായത് ബേസിക്. റാഡിക്കൽ വേൾഡ് വ്യൂ ഓഫ് ഹ്യൂമൻ ആരെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്തിനെ സംബന്ധിച്ച്? മനുഷ്യനെ സംബന്ധിച്ച അവരുടെ വേൾഡ് വ്യൂ, ആ ഒരു വേൾഡ് വ്യൂ പ്രസന്റ് ചെയ്യുന്നതിന് അവർ അവരുടേതായിട്ടുള്ള ഫോം ഓഫ് പ്രസന്റേഷൻ അഡോപ്റ്റ് ചെയ്തു. Then neoclassical writers moved away from the rigid literary ideals of the time. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഇനി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് അല്ല, ആര്? റൊമാൻറ്റിക് പീരീഡിലെ, അതായത് റൊമാൻറ്റിക് റൈറ്റേഴ്സ്. ഈ റൊമാൻറ്റിക് റൈറ്റേഴ്സ് എന്ത് ചെയ്തിരുന്നു? മൂവ്ഡ് അവേ ഫ്രം ദ റിജിഡ് ലിറ്റററി ഐഡിയൽസ് ഓഫ് ദ ടൈം. ആ കാലഘട്ടത്തിലുള്ള റിജിഡ് ലിറ്റററി ഐഡിയൽസ് ആരുടെ? നിയോ ക്ലാസിസത്തിൻ്റെ കേട്ടോ. നിയോ ക്ലാസിക് റൈറ്റേഴ്സ് അല്ല, അതായത് റൊമാൻറ്റിക് റൈറ്റേഴ്സ്, റൊമാൻറ്റിക് പീരീഡിലെ റൈറ്റേഴ്സ് ഓഫ് ദി റൊമാൻറ്റിക് പീരീഡ് മൂവ്ഡ് അവേ. അവരാണ് മൂവ് ചെയ്തത്. റൊമാൻറ്റിക് റൈറ്റേഴ്സ് മൂവ് ചെയ്തു എന്തിൽ നിന്ന്? ഫ്രം ദി റിജിഡ് ലിറ്റററി ഐഡിയൽസ് ഓഫ് ദ ടൈം. ആ ഒരു കാലഘട്ടത്തിൻ്റെ, റൊമാൻറ്റിസിസം വരുന്ന കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വളരെ റിജിഡ് ആയിട്ടുള്ള ലിറ്റററി ഐഡിയൽസ്, വളരെ റിജിഡ് ആയിട്ടുള്ള ഈ റിജിഡ് ആയിട്ടുള്ള ലിറ്റററി ഐഡിയൽസ് എന്ന് പറയുമ്പോൾ അത് നിയോ ക്ലാസിസത്തിൻ്റെയാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കൃത്യമായ ഓർഡർ വേണം, ഇൻ്റലക്റ്റ് വേണം. അത്തരത്തിലുള്ള അവരുടെ കർക്കശമായിട്ടുള്ള ആദർശങ്ങൾ, നിയോ ക്ലാസിസത്തിന് കർക്കശമായിട്ടുള്ള, ഡിഫൈൻഡ് ആയിട്ടുള്ള, വെൽ റിജിഡ് ആയിട്ടുള്ള, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഐഡിയൽസ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ, ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആർക്ക് പറ്റുന്നില്ല? റൊമാൻറ്റിസിസത്തിന് പറ്റുന്നില്ല. ഇനി നോക്കൂ, അപ്പൊ അതിൽ നിന്നെല്ലാം എന്ത് ചെയ്തു? റൊമാൻറ്റിസിസം അകന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു പുതിയ ശൈലി സ്വീകരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് വരുന്നത്? ഇത് വരാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതും ആരെന്നെയാണ്? നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ്. കുറച്ച് നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ഉണ്ട്. ഈ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ആണ് സപ്പോർട്ട് ചെയ്തത്. എങ്ങനെയാണെന്നറിയോ? ഈ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ്, അവരുടെ പേര് ഞാൻ പറഞ്ഞുതരാം. നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ്, ചില നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് മൂവ്ഡ് അവേ ഫ്രം ദ റിജിഡ് ലിറ്റററി ഐഡിയൽസ് ഓഫ് ദ ടൈം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന റിജിഡ് ആയിട്ടുള്ള ലിറ്റററി ഐഡിയൽസ്, ആരുടെ? നിയോ ക്ലാസിസത്തിൻ്റെ തന്നെ ഐഡിയൽസ്. ആ ഐഡിയൽസ് പറ്റാതെ അതിൽ നിന്നും ചില നിയോ ക്ലാസിക് റൈറ്റേഴ്സ് അകന്നു. അതായത് അവർക്ക് അവരുടെ ആശയങ്ങൾ പറ്റുന്നില്ല. അതായത് നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സിന് അവരുടെ റിജിഡ് ആയിട്ടുള്ള ആദർശങ്ങൾ പറ്റാത്തത് കൊണ്ട് അതിൽ നിന്നും അവർ അകന്നു പോന്നു. അതുമാത്രമല്ല, ദെയർ പോയട്രി ഡിസ്പ്ലേഡ്, അവരുടെ വർക്കുകൾ അല്ലെങ്കിൽ അവരുടെ കവിതകളിൽ ഡിസ്പ്ലേ ചെയ്തിരുന്നു എന്ത്? ദ ഏർലി ടെൻഡൻസീസ് ഓഫ് റൊമാൻറ്റിസിസം, റൊമാൻറ്റിസിസത്തിൻ്റെ ചില തുടക്ക പ്രവണതകൾ. അപ്പോൾ റൊമാൻറ്റിസിസം വരുന്നു എന്നുള്ളതിൻ്റെ സൂചന എവിടെ കാണാം? നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സിൽ തന്നെ കാണാം. അതായത് നിയോ ക്ലാസിസത്തിൻ്റെ
റിജിഡ് ഐഡിയൽസ് ഇഷ്ടപ്പെടാത്ത, അത് ഫോളോ ചെയ്യാൻ കഴിയാത്ത ചില റൈറ്റേഴ്സ്, അവരുടെ പോയംസിൽ, കവിതകളിൽ നമുക്ക് റൊമാൻറ്റിസിസത്തിൻ്റെ ഒരു വരുന്നതിൻ്റെ ഒരു സൂചന നമുക്ക് കാണാം. ആരൊക്കെയാണ് അവര്? പ്രീ റൊമാൻറ്റിക് പോയറ്റ്സ്. അവരാണ് ആര്? പ്രീ റൊമാൻറ്റിക് പോയറ്റ്സ്, അതായത് റൊമാൻറ്റിസിസത്തിൻ്റെ മുൻപുള്ള കവികൾ, അതായത് നിയോ ക്ലാസിസം എന്ന് പറയുന്ന കാലഘട്ടത്തിലെ പോയറ്റ്സ് ലൈക്ക് വില്യം ബ്ലേക്ക്, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ടൈഗർ എന്ന കവിത എഴുതിയ വില്യം ബ്ലേക്ക്, തോമസ് ഗ്രേ, ഫേമസ് പോയറ്റാണ് തോമസ് ഗ്രേ, അതുപോലെ തന്നെ വില്യം കൗപ്പർ ആൻഡ് റോബർട്ട് ബേൺസ്. ഇവരൊക്കെയാണ് ആ കവികൾ. ഇവരൊക്കെയാണ് നിയോ ക്ലാസിസത്തിൻ്റെ റിജിഡ് ലിറ്റററി ഐഡിയൽസ് ഇഷ്ടപ്പെടാതിരുന്ന ഇവര് സെറ്റ് ദ സ്റ്റേജ് ഫോർ ദി എമർജൻസ് ഓഫ് റൊമാൻറ്റിസിസം. ഇവരൊക്കെയാണ് റൊമാൻറ്റിസിസത്തിൻ്റെ വരവിന്, എമർജൻസ് എന്ന് പറഞ്ഞാൽ കമ്മിങ്, റൊമാൻറ്റിസിസത്തിൻ്റെ വരവിനുള്ള സ്റ്റേജ് സെറ്റാക്കി കൊടുത്തത്. ഇവരാണ് പാത ഒരുക്കി കൊടുത്തത്, അല്ലെങ്കിൽ വഴി ഒരുക്കി കൊടുത്തത്. ഇറ്റ് എംഫസൈസ്ഡ് എ സെൻസ് ഓഫ് ഐഡിയലിസം ആൻഡ് റവല്യൂഷണറി സെസ്റ്റ്. ഈ ഒരു റൊമാൻറ്റിസിസം എംഫസൈസ്ഡ് എ സെൻസ് ഓഫ് ഐഡിയലിസം എന്നുണ്ടായിരുന്നു, അതിൽ ആദർശം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു റവല്യൂഷണറി സെസ്റ്റ്, ഒരു വിപ്ലവാത്മകരമായിട്ടുള്ള ഒരു താല്പര്യവും സെസ്റ്റ്, ഒരു ഇൻട്രസ്റ്റും അതിലുണ്ടായിരുന്നു. അപ്പൊ എന്താ പറയുന്നത്? എ കോമൺ ത്രെഡ് എമംഗ് ദി റൊമാൻറ്റിക്സ് വാസ് ഡീപ്. ഇനി റൊമാൻറ്റിക് റൈറ്റേഴ്സ്, റൊമാൻറ്റിക് കാലഘട്ടത്തിലെ റൈറ്റേഴ്സ്, അവരിലുണ്ടായിരുന്ന കോമൺ ത്രെഡ്, അവരുടെ എഴുത്തിൽ പൊതുവായി കണ്ടിരുന്ന വസ്തുത എന്താന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എന്തായിരുന്നു? വാസ് എ ഡീപ്പ് അപ്രിസിയേഷൻ ഓഫ് നേച്ചർ. പ്രകൃതിയോടുള്ള ആഴത്തിലുള്ള ഒരു ആരാധന. ഇതാണ് റൊമാൻറ്റിസിസത്തിൻ്റെ ഒരു പൊതു ത്രെഡ്, കോമൺ ത്രെഡ്. വാട്ട് വാസ് ദ കോമൺ ത്രെഡ് ഫൗണ്ട് ഇൻ റൊമാൻറ്റിസിസം? എന്താണ്? എ ഡീപ്പ് അപ്രിസിയേഷൻ ഓഫ് നേച്ചർ. ഡീപ്പ് അപ്രിസിയേഷൻ ഓഫ് നേച്ചർ. ഏത് നിലയ്ക്ക്? എസ്പെഷ്യലി ആസ് എ സോഴ്സ് ഓഫ് ബ്യൂട്ടി ആൻഡ് ഡിലൈറ്റ്. അവര് നേച്ചറിനെ കണ്ടത് ബ്യൂട്ടിയുടെയും അതുപോലെ തന്നെ ഡിലൈറ്റ്, ആനന്ദത്തിൻ്റെയും ഒരു സോഴ്സ് ആയിട്ടാണ് അവർ പ്രകൃതിയെ കണ്ടത്. അപ്പൊ അത്തരത്തിൽ പ്രകൃതിയോട് അവർക്ക് വല്ലാത്തൊരു ആരാധന ഉണ്ടായിരുന്നു. പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബാലഡ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ തന്നെ മുൻ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് ലിറിക്കൽ ബാലഡ്സ്. പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബാലഡ്സ് ഇൻ 1798 ബൈ വില്യം വേർഡ്സ്വർത്ത് ആൻഡ് സാമുവൽ ടൈലർ കോൾറിഡ്ജ്. 1798 വില്യം വേർഡ്സ്വർത്തും അതുപോലെ സാമുവൽ ടൈലർ കോൾറിഡ്ജും കൂടി ലിറിക്കൽ ബാലഡ് എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന്റെ പബ്ലിക്കേഷൻ, ആ ഒരു പബ്ലിക്കേഷൻ became a milestone in the history of English romantic poet. അതായത് ഇംഗ്ലീഷിലെ റൊമാൻറ്റിക് മൂവ്മെന്റിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കൽ. മൈൽസ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താ? നാഴികക്കൽ എന്ന് പറയുന്നത് വേർഡ്സ്വർത്തും സാമുവൽ ടൈലർ കോൾറിഡ്ജും കൂടി രണ്ടുപേരും ഒരുമിച്ച് ലിറിക്കൽ ബാലഡ് എന്ന് പറയുന്ന കവിതാ സമാഹാരം 1798 പബ്ലിഷ് ചെയ്തത് ഇംഗ്ലീഷ് റൊമാൻറ്റിക് മൂവ്മെന്റിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് മാറി. became a milestone in the history of the English romantic movement. Some of the major features of romantic movement are. ഇനി നിങ്ങൾക്ക് റൊമാൻറ്റിക് മൂവ്മെന്റിന്റെ ചില മേജർ ഫീച്ചേഴ്സ് അറിയണ്ടേ? ഞാൻ ആ മേജർ ഫീച്ചേഴ്സ് ഒരു 7 എണ്ണം ഇവിടെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പേര് പറഞ്ഞുതരാം. പക്ഷെ ആ 7 ഫീച്ചേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്ലാസ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചെയ്യണം. ഇപ്പം ഞാൻ ജസ്റ്റ് പേര് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം സമയം നമുക്ക് അതിന് കിട്ടും തോന്നുന്നില്ല. അപ്പം നോക്കൂ എന്തൊക്കെയാണത്. Some of the major features of romantic movement are: 1. Reaction against neoclassicism. നിയോക്ലാസിസത്തോടുള്ള റിയാക്ഷൻ, പ്രതികരണം, അതാണ് 1.
2 എംഫസിസ് ഓൺ ഇമാജിനേഷൻ, ഭാവനയ്ക്ക് നൽകുന്ന ഊന്നൽ പ്രാധാന്യം. 3 റെപ്രസെന്റേഷൻ ഓഫ് നേച്ചർ, പ്രകൃതിയെ പ്രതിനിധീകരിക്കുന്നത്. 3-ാമത്തെ പോയിന്റ് പ്രകൃതിയാണ്. 4-ാമത്തേത് സിഗ്നിഫിക്കൻസ് ഓഫ് ഇമോഷനുള്ള പ്രാധാന്യം. 5-ാമത്തേത് ഇൻഡിവിജ്വാലിറ്റി, വ്യക്തി. നെക്സ്റ്റ് 6-ാമത്തേത് ദ എവരിഡേ ആൻഡ് എക്സോട്ടിക് തീം, എവരിഡേ ആൻഡ് ദ എക്സോട്ടിക് തീം, ഇതാണ് 6-ാമത്തെ. 7-ാമത്തെ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഉണ്ട്. സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് അതായത് അമാനുഷികമായിട്ടുള്ള എലമെന്റ്സ്, അതിൻ്റെ ഒരു പ്രവാഹം നമുക്ക് റൊമാൻറ്റിക് മൂവ്മെന്റ്സിലെ വർക്കുകളിൽ, കവിതകളിലും നാടകങ്ങളിലും സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്, പിശാച്, പ്രേതം പോലുള്ള സംഭവങ്ങൾ. അപ്പോൾ ഈ പോയിന്റ്സുകളെല്ലാം ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. തൽക്കാലം നമുക്ക് ഇങ്ങനെ ഈ എസ്റ്റേ അങ്ങോട്ട് പറഞ്ഞു പോവാം. ഇത് നോക്കൂ, there are several recurring themes. റൊമാൻറ്റിക് പീരീഡിൽ നമുക്ക് ചില റിക്കറിംഗ് തീംസ് കാണാം. എന്താ റിക്കറിംഗ് തീംസ് പറഞ്ഞാൽ? റിപ്പീറ്റിംഗ് തീംസ്. ചില റിപ്പീറ്റിംഗ് തീംസ് ഉണ്ട്, ആവർത്തിച്ച് വരുന്ന ചില തീമുകൾ, ചില ആശയങ്ങൾ ഇൻ റൊമാൻറ്റിക് ലിറ്ററേച്ചർ. ഏതൊക്കെയാ? സച്ച് ആസ് ഇന്നസെൻസ്, നിഷ്കളങ്കത, ഇന്നസെൻസ്. അതുപോലെ തന്നെ സെലിബ്രേഷൻ ഓഫ് റൂറൽ ലൈഫ്, ഗ്രാമീണ ജീവിതത്തിൻ്റെ ഒരു സെലിബ്രേഷൻ. അതുപോലെ തന്നെ ഡേഞ്ചേഴ്സ് ഓഫ് അർബൻ സൊസൈറ്റി, നഗരജീവിതത്തിൻ്റെ ഡേഞ്ചേഴ്സ്, അപകടങ്ങൾ. അതുപോലെ തന്നെ പാന്തീസം ആൻഡ് ദി സെൽഫ്. മറ്റൊന്നാണ് എന്ത്? പാന്തീസം ആൻഡ് ദ സെൽഫ് എന്നുള്ളത്. ഇതൊരു തിയറിയാണ്, അദ്വൈതവാദം എന്നാണ് ഇതിൻ്റെ മലയാളം കേട്ടോ. അപ്പൊ ഇതെല്ലാം റൊമാൻറ്റിക് പീരീഡിലെ വർക്കുകളിൽ ആവർത്തിച്ച് വരുന്ന, റിക്കറിംഗ് മീൻസ് റിപ്പീറ്റിംഗ് തീംസ്. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ആ ഒരു വിശ്വാസത്തിലാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ദീസ് തീംസ് ആർ പ്രസന്റഡ്. ഈ തീമുകൾ, ഇതൊക്കെയാണ് ആവർത്തിച്ച് വന്നിരുന്ന തീമുകൾ. ഈ തീമുകളെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്തത്? ഇൻ ആൻ എമോഷണൽ സബ്ജക്റ്റീവ് സ്റ്റൈലിൽ. അപ്പൊ ഈ തീമുകളെ വൈകാരികമായിട്ടും അതുപോലെ തന്നെ സബ്ജക്റ്റീവായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ സബ്ജക്റ്റീവായിട്ട്? നമുക്ക് കാര്യത്തെ സബ്ജക്റ്റീവായിട്ടും പറയാൻ പറ്റും, ഒബ്ജക്റ്റീവായിട്ടും പറയാൻ പറ്റും. ഞാനൊരു കാര്യം എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതാണ് സബ്ജക്റ്റീവായിട്ട് പറയാ എന്ന് പറഞ്ഞാൽ. അതേസമയം എൻ്റെ അഭിപ്രായങ്ങൾ ഇല്ലാതെ പറയുന്നതാണ് ഒബ്ജക്റ്റീവ്, വസ്തുനിഷ്ഠമായിട്ട് പറയാം. അപ്പൊ ഇത്തരം തീമുകൾ എന്ത് ചെയ്തിരുന്നു? സബ്ജക്റ്റീവായിട്ടും അതുപോലെ തന്നെ ഇമോഷണൽ, വൈകാരികമായിട്ടും. അപ്പൊ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഒപ്പീനിയനാണ് അവിടെ കൂട്ടുന്നത്? കവിയുടെ അഭിപ്രായത്തിന്റെ ഒരു അകമ്പടിയോട് കൂടിയാണ് എന്ത് ചെയ്തിരുന്നത്? പ്രസന്റ് ചെയ്തിരുന്നത്. റൊമാൻറ്റിക് പോയട്രി എമോർജ്ഡ്. ഇനി ഞാൻ പറയുന്നത് റൊമാൻറ്റിക് പോയട്രിയെ കുറിച്ചാണ്. റൊമാൻറ്റിക് പോയട്രിയുടെ വരവ് ആസ് ദി ഡോമിനന്റ് ലിറ്റററി ജോണർ ഓഫ് ദ പീരീഡ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി ടൈപ്പ് ആയിട്ടാണ് പോയട്രിയുടെ ഉദയം. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ റൊമാൻറ്റിക് കാലഘട്ടം എന്ന് പറയുന്നത് വാസ് എ പീരീഡ് ഓർ ഏജ് ഓഫ് പോയട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പം ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഡോമിനൻ്റ് ആയത് പോയട്രി ആയിരുന്നു. ആരായിരുന്നു ഏറ്റവും ഡോമിനൻ്റ് ആയ പോയറ്റ്? വൺ ഓഫ് ദി മോസ്റ്റ് റെപ്രസെന്റേറ്റീവ് പോയറ്റ്സ് ഓഫ് ദ ടൈം വാസ് വില്യം വേർഡ്സ്വർത്ത്. ഈ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന കവികളിൽ ഏറ്റവും മികച്ചത്, വൺ ഓഫ് ദി മോസ്റ്റ് ആരായിരുന്നു? വില്യം വേർഡ്സ്വർത്ത്. ഹിസ് പോയട്രി ചേഞ്ച്ഡ് ദ എക്സിസ്റ്റിംഗ് ഐഡിയൽസ് ഓഫ് ദ ജോണർ. ആ ഒരു ജോണർ, കവിത എന്ന് പറയുന്ന വിഭാഗം, ആ വിഭാഗവുമായി ബന്ധപ്പെട്ട് അവിടെ നിലനിന്നിരുന്ന ആദർശങ്ങളെയെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതകൾ മാറ്റിമറിച്ചു. അതായത് കവിത എന്ന് പറയുമ്പോൾ അവിടെ നിലനിന്നിരുന്ന ആശയം എന്ന് പറയുന്നത് നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സിൻ്റെതാണ്. ആ ഒരു ഐഡിയൽസിനെ, അവിടെ നിലനിന്നിരുന്ന ഐഡിയൽസിനെ ടോട്ടലി ചേഞ്ച്ഡ്. എന്താണ്
വേർഡ്സ്വർത്ത് ചെയ്തത്? ഹി സെലക്റ്റഡ് സിമ്പിൾ ഇൻസിഡൻസ്. അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് വേണ്ടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സിറ്റീസ് നിറഞ്ഞ തീംസ് അല്ല, പകരം അദ്ദേഹം സെലക്ട് ചെയ്തത് സിമ്പിൾ ഇൻസിഡൻസ്, ലളിതമായ സംഭവങ്ങൾ, ആൻഡ് ഹംബിൾ പീപ്പിൾ ആസ് ദ ഫോക്കസ് ഓഫ് ഹിസ് വർക്ക്. ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ കവിതകളിൽ ഫോക്കസ് ചെയ്തത്. ഹംബിൾ പീപ്പിൾ, സാധാരണക്കാരായിട്ടുള്ള എളിമയുള്ള ആളുകൾ, അവരുടെ ജീവിതത്തിൽ നിന്നും എടുക്കുന്ന സിമ്പിളായ കാര്യങ്ങൾ. ഹംബിളായിട്ടുള്ള ആളുകളും അവരുടെ ജീവിതത്തിലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളും, അതാണ് വേർഡ്സ്വർത്തിന്റെ കവിത ഫോക്കസ് ചെയ്തത്. നോക്കൂ, കഴിഞ്ഞില്ല, പിന്നെയോ ഹി യൂസ്ഡ്, കവിതയിൽ അദ്ദേഹം യൂസ് ചെയ്തു. എന്താണ് വേർഡ്സ്വർത്ത് യൂസ് ചെയ്തത്? ദ ലാംഗ്വേജ് ഓഫ് കോൺവെർസേഷൻ ടു റൈറ്റ് പോയട്രി. പോയട്രി എഴുതുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച ഭാഷ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഓഫ് കോൺവെർസേഷൻ. ശ്രദ്ധിച്ചു വെക്കട്ടോ, നെക്സ്റ്റ് പോയിന്റ് ആണ്. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, തീം എവിടുന്നെടുത്തു? ഹംബിൾ പീപ്പിൾ, അവരുടെ സിമ്പിൾ ലൈഫ്. രണ്ടാമത്തേത് ലാംഗ്വേജ് ഓഫ് കോൺവെർസേഷൻ. ഹി സെലക്റ്റഡ് ദ ലാംഗ്വേജ് ഓഫ് കോൺവെർസേഷൻ ആസ് ഹിസ് ലാംഗ്വേജ് ടു റൈറ്റ് പോയട്രി. അടുത്തത് നോക്കൂ, ട്രബിൾഡ് ബൈ ദ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദ ഏജ്. ആ ഒരു സമയത്തെ, ആ ഒരു കാലഘട്ടത്തിലെ ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് വ്യാവസായികപരമായിട്ടുള്ള ആ ഒരു വളർച്ചയുടെ, ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ്റെ റാപ്പിഡ് ഗ്രോത്ത്, അതിവേഗത്തിലുള്ള വ്യാവസായിക വളർച്ചയുടെ പ്രയാസങ്ങൾ കൊണ്ട് ട്രബിൾഡ് ബൈ, ബുദ്ധിമുട്ടിയിട്ട്. എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടിയത്? ട്രബിൾഡ് ബൈ ദ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദ ഏജ്. ആ ഒരു ഏജിൻ്റെ വളരെ വേഗത്തിലുള്ള റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, ആ ഒരു വ്യാവസായിക വിപ്ലവം, അതിൽ പ്രയാസപ്പെട്ട് വേർഡ്സ്വർത്ത് പ്രസന്റ് ചെയ്തു ദ ബ്യൂട്ടിയസ് ഫോംസ് ഓഫ് നേച്ചർ ആസ് എ ഹീലിംഗ് പവർ. അപ്പം അതിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, ഏതിൽ? റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, ആ ഒരു റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷനിൽ അതിവേഗത്തിലുള്ള വ്യാവസായിക വിപ്ലവം, വ്യാവസായികമായിട്ടുള്ള ആ ഒരു ഡെവലപ്മെൻറ്റ്, അതിൽ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു ഹീലിംഗ് പവർ, അവരുടെ ആ ബുദ്ധിമുട്ടിനുള്ള ഒരു ഹീലിംഗ് പവർ, അതിനുള്ള ഒരു ക്യൂറേറ്റീവ് പവർ, അതിനെ മാറ്റാനുള്ള ഒരു മരുന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് മരുന്ന്? ദ ബ്യൂട്ടിയസ് ഫോംസ് ഓഫ് നേച്ചർ, ഭംഗിയുള്ള പ്രകൃതി. നിങ്ങൾ പ്രകൃതിയിലേക്ക് മടങ്ങും, അല്ലേ? അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ആ ഒരു റാപ്പിഡ് ഗ്രോത്ത് കണ്ട് മനം മടുക്കുന്നവർ, ആശ്വാസത്തിനു വേണ്ടി അവരോട് അദ്ദേഹം പറയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ. എങ്ങോട്ട്? ദ ബ്യൂട്ടിയസ് ഫോംസ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ മനോഹരമായ രൂപങ്ങളിലേക്ക് വരും, നിങ്ങളുടെ മനസ്സിന് ആശ്വാസം കിട്ടും. അതാണ് ഹീലിംഗ് പവർ. എന്തിനേയും ഹീൽ ചെയ്യും, എന്തും ഭേദപ്പെടുത്തും. നിങ്ങളുടെ മനസ്സ് എങ്ങനെ ട്രബിൾഡ് ആയോ, അതായത് വ്യാവസായിക ഇൻഡസ്ട്രിയലൈസേഷൻ വന്ന് നമ്മുടെ ചുറ്റുപാടിനെ നശിപ്പിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് സങ്കടം വരികയാണ്. ആ സങ്കടം ആര് മാറ്റിത്തരും? അദ്ദേഹം അവരോട് പറയാണ്, റിട്ടേൺ ടു നേച്ചർ, നിങ്ങൾ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകൂ. എന്താ കാരണം? ദ ബ്യൂട്ടിയസ് ഫോംസ് ഓഫ് നേച്ചർ ആസ് എ ഹീലിംഗ് പവർ. ഇതിനുള്ളൊരു ഹീലിംഗ് പവറായിട്ട് അദ്ദേഹം പ്രകൃതിയെ കാണുന്നു. ഇൻ കൊളാബറേഷൻ വിത്ത് സാമുവൽ ടൈലർ കോൾറിഡ്ജ്, he published lyrical ballads which became a manifesto for other romantic poets. നമ്മൾ നേരത്തെ പറഞ്ഞു, വില്യം വേർഡ്സ്വർത്ത് സാമുവൽ ടൈലർ കോൾറിഡ്ജും ചേർന്ന് രണ്ടുപേരും തമ്മിലുള്ള കൊളാബറേഷൻ ഒരുമിച്ച് ലിറിക്കൽ ബാലഡ് എന്ന് പറയുന്ന കവിതാ സമാഹാരം പബ്ലിഷ് ചെയ്തു. ആ ഒരു കവിതാ സമാഹാരം മറ്റുള്ള കവികൾക്ക് കൂടി റൊമാൻറ്റിസിസത്തിൻ്റെ ഒരു മാനിഫെസ്റ്റോ, ഒരു പ്രകടന പത്രികയായിട്ട്, ഒരു വാഗ്ദാനങ്ങളുടെ ഒരു പ്രകടന പത്രികയായി മാറാൻ അദ്ദേഹത്തിൻ്റെ ലിറിക്കൽ ബാലഡ് എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന് കഴിഞ്ഞു. ലിറിക്കൽ ബാലഡ്സ് വിച്ച് ബിക്കെയിം എ മാനിഫെസ്റ്റോ ഫോർ ദ അതർ റൊമാൻറ്റിക് പോയറ്റ്സ്.
അപ്പോൾ റൊമാൻറ്റിസിസത്തിന്റെ മാനിഫെസ്റ്റോ എന്തായിരുന്നു? പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബാലഡ്സ് വാസ് ദ മാനിഫെസ്റ്റോ ഓഫ് റൊമാൻറ്റിസിസം. ലേക്ക് പോയറ്റ്സ്, അതായത് ലേക്ക് പോയറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വില്യം വേർഡ്സ്വർത്ത്, സാമുവൽ ടൈലർ കോൾറിഡ്ജ് ആൻഡ് റോബർട്ട് സൗത്തെ. ഇവർ മൂന്ന് പേരും കൂടി അറിയപ്പെടുന്ന പേരാണെന്ത്? ലേക്ക് പോയറ്റ്. എന്താ അതിനുള്ള കാരണം? ലേക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ ലണ്ടനിൽ താമസിച്ചിരുന്നത്, ഈ മൂന്ന് പേരും. അതുകൊണ്ട് ഇവർ മൂന്ന് പേരും, വില്യം വേർഡ്സ്വർത്ത്, സാമുവൽ ടൈലർ കോൾറിഡ്ജ്, റോബർട്ട് സോത്തെ, ഇവർ മൂന്ന് പേരും ലേക്ക് പോയറ്റ്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇവർ മൂന്ന് പേരും എന്ത് ചെയ്തു? ബ്രോട്ട് എൻ കവിതയിലേക്ക് അല്ലെങ്കിൽ റൊമാൻറ്റിസിസത്തിലേക്ക്, ഈ പീരീഡിലേക്ക് ഇവർ കൊണ്ടുവന്നു. എന്തൊക്കെയാണ് ഇവർ കൊണ്ടുവന്നത്? എമോഷൻ, ഇൻഡിവിജ്വൽ പ്രസന്റേഷൻ, ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്സ്, അതുപോലെ തന്നെ എ ന്യൂ റൈറ്റിംഗ് സ്റ്റൈൽ ഇൻ പോയട്രി. അപ്പൊ ഇവർ മൂന്ന് കാര്യങ്ങളാണ് പോയട്രിയിൽ ഇവർ കൊണ്ടുവന്നത്. ആര്? ലേക്ക് പോയറ്റ്സ് ആരാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇവർ കൊണ്ടുവന്നത് എന്തൊക്കെയാ കൊണ്ടുവന്നത്? കവിതയിലേക്ക് ഇവര് ഇമോഷൻ കൊണ്ടുവന്നു, ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്സ്, വ്യക്തിയുടെ ധാരണകൾ, വ്യക്തി കാഴ്ചപ്പാടുകൾ, അതാണ് സബ്ജക്റ്റീവായിട്ട് എഴുതുക. അല്ലാതെ ഒബ്ജക്റ്റീവായിട്ട് ആളുകൾക്ക് ധാർമ്മികമായിട്ട് പഠിക്കണം എന്നില്ല, ആളുകൾ എന്റർടൈൻ ചെയ്യട്ടെ. അതിന് ഇവർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്സ്, അതുപോലെ തന്നെ ന്യൂ റൈറ്റിംഗ് സ്റ്റൈൽ, ഇതെല്ലാം ഇവർ കവിതയിൽ കൊണ്ടുവന്നു. ലേറ്റർ റൊമാൻറ്റിക് പോയറ്റ്സ്, പിന്നീട് വന്ന റൊമാൻറ്റിക് പോയറ്റ്സ് ആരൊക്കെ? ഷെല്ലി, കീറ്റ്സ് ആൻഡ് ബൈറൺ. ഇവരൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പേര് കേട്ട കവികളാണ്. അപ്പൊ ഇവരെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഈ എസ്സെ വളരെ വലുതാവും എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് ഇവരുടെ പേരുകളിൽ ഒതുക്കാണ് ഞാൻ. അപ്പോൾ ലേറ്റർ റൊമാൻറ്റിക് പോയറ്റ്സ് ഷെല്ലി, കീറ്റ്സ് ആൻഡ് ബൈറൺ കണ്ടിന്യൂഡ് റൊമാൻറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് സ്മാൾ ചേഞ്ചസ്. ഇവരൊക്കെ റൊമാൻറ്റിസിസത്തിന്റെ സവിശേഷതകള് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള സ്മോൾ ചേഞ്ചസ്, ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണെങ്കിലും ഇവർ മൂന്ന് പേർ ഇവരെല്ലാം കണ്ടിന്യൂ ചെയ്തു പിന്നീട് വന്ന കവികൾ. അടുത്തത് പ്രോസ് ആണ്. പ്രോസ് വാസ് അനദർ സിഗ്നിഫിക്കൻറ്റ് ലിറ്റററി ജോണർ ഓഫ് റൊമാൻറ്റിക് എറ. റൊമാൻറ്റിക് ഇറയിലെ കാലഘട്ടത്തിലെ മറ്റൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ലിറ്റററി ടൈപ്പ് ആയിരുന്നു പ്രോസ്. ദ പ്രോസ് ഓഫ് ദ പീരീഡ് ഈ കാലഘട്ടത്തിലെ പ്രോസ് ചേഞ്ചസ് ഇൻ സബ്ജക്റ്റ് മാറ്റർ ആൻഡ് മാനർ ഓഫ് എക്സ്പ്രഷൻ. രണ്ട് കാര്യങ്ങളിലാണ് മാറ്റം കണ്ടത് പ്രോസിൽ. ഏതൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ, എവിടെയൊക്കെയായിരുന്നു ഈ കാലഘട്ടത്തിലെ പ്രോസിൽ മാറ്റം ഉണ്ടായിരുന്നത്? രണ്ട് കാര്യങ്ങളിൽ. ഒന്ന് സബ്ജക്റ്റ് മാറ്റർ. അപ്പോൾ റൊമാൻറ്റിക് പീരീഡിലെ പ്രോസില് സബ്ജക്റ്റ് മാറ്ററിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൻഡ് എക്സ്പ്രഷൻ, അവതരണ രീതിയിലും. There was preference for, ഈ കാലഘട്ടത്തിലെ പ്രോസ് പ്രിഫറൻസ്, പ്രാധാന്യം നൽകിയത് ഫോർ സ്പോണ്ടാനിറ്റി, അതായത് ഒഴുക്കോടുകൂടി പറയാം. സ്പോണ്ടാനിറ്റി ആൻഡ് എന്റർടൈൻമെന്റ്, രണ്ട് കാര്യത്തിനാണ് പ്രോസ് പ്രാധാന്യം നൽകിയത്. സ്പോണ്ടാനിറ്റി ആൻഡ് എന്റർടൈൻമെന്റ് എന്തിനേക്കാൾ? റാദർ ദാൻ ഫോർ ഫോർമാലിറ്റി ആൻഡ് എഡ്യൂക്കേഷണൽ വാല്യൂ. അപ്പൊ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ പോലെ റൊമാൻറ്റിക് റൈറ്റേഴ്സ് എഡ്യൂക്കേഷണൽ വാല്യൂവിനും ഫോർമാലിറ്റിക്കും പ്രാധാന്യം നൽകിയില്ല. അതിനേക്കാൾ കൂടുതൽ എന്റർടൈൻമെന്റിനും സ്പോണ്ടാനിറ്റി, ഒരു ഒഴുക്കിൽ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോവാം. ഇനി ഈ കാലഘട്ടത്തിലെ ബെസ്റ്റ് പ്രോസ് റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ദ ബെസ്റ്റ് പ്രോസ് റൈറ്റേഴ്സ് ഓഫ് ദ ഏജ്. ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പ്രോസ് റൈറ്റേഴ്സ്, അവരുടെ പേര് ഞാൻ പറഞ്ഞുതരാം. അതിനു മുൻപ് ഞാൻ ഒരു വരി കൂടി പറയട്ടെ. പ്രധാനപ്പെട്ട പ്രോസ് റൈറ്റേഴ്സ് ബ്ലെൻഡഡ്, അവർ ബ്ലെൻഡ് ചെയ്തു, മിക്സ് ചെയ്തു, കൂടിക്കലർത്തി. എന്ത്? സം സ്റ്റൈലിസ്റ്റിക് ആസ്പെക്ട്സ് ഓഫ് റൊമാൻറ്റിസിസം, റൊമാൻറ്റിസിസത്തിന്റെ ചില രീതികളെ വിത്ത് ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ്. അപ്പൊ ഇവരുടെ പ്രോസിലെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സും കാണാം, റൊമാൻറ്റിസിസത്തിന്റെ ചില ആസ്പെക്ട്സും കാണാം. രണ്ടും കൂടി മിക്സ് ചെയ്ത ഒരു സ്റ്റൈലാണ് ഇവര് പ്രോസിൽ കൊണ്ടുവന്നത്.
ത്രീ സിഗ്നിഫിക്കന്റ് പ്രോസ് റൈറ്റേഴ്സ് ഓഫ് ദ പീരീഡ് വേർ. ഈ കാലഘട്ടത്തിലെ പേര് കേട്ട 3 പ്രോസ് റൈറ്റേഴ്സ് ആയിരുന്നു ആരൊക്കെ? ഒന്ന് ചാൾസ് ലാംബ്, വില്യം ഹാസ്ലിറ്റ് ആൻഡ് തോമസ് ഡി ക്വിൻസി. ഇവർ 3 പേരും ഫോളോ ചെയ്തിരുന്നു ഇവരുടെ പ്രോസിൽ. എന്താ ഫോളോ ചെയ്തിരുന്നത്? പേഴ്സണൽ ഫോഴ്സ്ഫുൾ ആൻഡ് ഓർണേറ്റ് സ്റ്റൈൽസ് റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ യഥാക്രമം. അതായത് 3 പേരല്ലേ. ഒന്നാമത്തെ ആളുടെ പേര് ചാൾസ് ലാംബ് ആണ്. അപ്പൊ ചാൾസ് ലാംബിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒന്നാമത്തേത്. ഏതാ ഒന്നാമത്തേത് പേഴ്സണൽ. അപ്പൊ ചാൾസ് ലാംബ് പേഴ്സണൽ ആയിരുന്നു. പേഴ്സണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ സബ്ജക്റ്റീവായിട്ട് പറയാം, തൻ്റെ ചിന്തകളും തൻ്റെ ജീവിത രീതികളും കാര്യങ്ങളൊക്കെ പറയാം. അതൊക്കെ മിക്സ് ചെയ്ത് പറയുന്ന ശൈലിയായിരുന്നു ആർക്ക്? ചാൾസ് ലാംബിന്. അതാണ് പേഴ്സണൽ. രണ്ടാമത്തേത് വില്യം ഹാസ്ലിറ്റ് ഫോഴ്സ്ഫുൾ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുനിഷ്ഠമായിട്ട് ക്രിട്ടിക്കലായിട്ട് മറ്റുള്ള ആളുകളെ കുറ്റം പറയാം. കുറച്ച് ശക്തമായിട്ടുള്ള ലാംഗ്വേജിലാണ് ആര് പറഞ്ഞത്? വില്യം ഹാസ്ലിറ്റ്. മൂന്നാമത്തെ ആളാണ് ആര്? തോമസ് ഡി ക്വിൻസി. ഇദ്ദേഹത്തിന്റെ സ്റ്റൈലിനെ കുറിച്ച് പറയുന്നത് ഓർണേറ്റ് എന്നുള്ളതാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പല ശൈലികളും മിക്സ് ചെയ്തു പറഞ്ഞു. അതായത് പ്രോസ് ആണെങ്കിലും, അതായത് പോയട്രിയുടെയും പിന്നെ ഫിക്ഷന്റെ ഒക്കെ പല സ്റ്റൈലുകളും മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ പല തീമുകൾ മിക്സ് ചെയ്യാം. അത്തരത്തിലുള്ള ഒരു നോവൽറ്റിക്ക്, ഒരു പുതുമയ്ക്ക് ആര് ശ്രമിച്ചു? തോമസ് ഡി ക്വിൻസി ശ്രമിച്ചു. ഇനി ഒരു കാര്യം കൂടി നമുക്ക് ഈ കാലഘട്ടത്തിൽ പറയണം. അതേതാ? ഡ്യൂറിങ് ദി റൊമാൻറ്റിക് പീരീഡ് ദ ജോണർ ഓഫ് ദ നോവൽ മാത്രമല്ലല്ലോ അല്ലെ, ഡ്രാമ കൂടി പറയണ്ടേ? ഡ്യൂറിങ് ദി റൊമാൻറ്റിക് പീരീഡ് ദ നോവൽ വാസ് ബിഗിനിങ് ടു ഗെയിൻ പോപ്പുലാരിറ്റി. അപ്പൊ ഈ കാലഘട്ടത്തിൽ പ്രോസും പോയവും മാത്രമല്ല പോപ്പുലാരിറ്റി നേടിയത്, പ്രശസ്തി നേടിയത്, നോവലും പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്തു. They became a source of entertainment for people. ഈ കാലഘട്ടത്തിലെ നോവലുകൾ ആളുകൾക്ക് സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റ് ആയിരുന്നു, ആസ്വാദനത്തിന്റെ ഉറവിടമായിരുന്നു. സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റ് ഫോർ പീപ്പിൾ. പ്രോമിനന്റ് നോവലിസ്റ്റ്സ് ഓഫ് ദ ഏജ് ആർ. ഈ കാലഘട്ടത്തിലെ പ്രോമിനന്റ് പ്രധാനപ്പെട്ട നോവലിസ്റ്റുകൾ ആയിരുന്നു. ആരൊക്കെയായിരുന്നു? ഒന്ന് ഓസ്റ്റൺ, അതുപോലെ തന്നെ സ്കോട്ട്. ഓസ്റ്റനും സ്കോട്ടുമായിരുന്നു പ്രധാനപ്പെട്ട നോവലിസ്റ്റുകൾ. ഹു റോട്ട് ഡൊമസ്റ്റിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ റെസ്പെക്റ്റീവ്ലി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഓസ്റ്റന് എന്താണ് ഓസ്റ്റൻ എഴുതിയത്? ഡൊമസ്റ്റിക്കും സ്കോട്ട് ഹിസ്റ്റോറിക്കലും. അപ്പൊ റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ പേരിന്റെ അതേ ക്രമത്തിൽ പേര് പറയുമ്പോൾ ഓസ്റ്റിനെ ആദ്യം പറഞ്ഞു. അപ്പൊ ഓസ്റ്റിൻ എഴുതിയത് ആദ്യം ഓസ്റ്റിൻ എഴുതിയത് ഡൊമസ്റ്റിക്, രണ്ടാമത് പേര് പറഞ്ഞത് സ്കോട്ട് എഴുതിയത് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ. ഹോസ്റ്റൺ കൊണ്ടുവന്നു. എന്താണ് ഹോസ്റ്റൺ കൊണ്ടുവന്നത്? ഹോസ്റ്റൺ ബ്രോട്ട് റിയലിസ്റ്റിക്. തൻ്റെ നോവലിലെ റിയലിസ്റ്റിക് എറ്റ് സറ്ററിക്കൽ പോർട്രയൽസ് ഓഫ് വുമൺഹുഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീത്വത്തെ കുറച്ച് ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുകയാണെങ്കിലും അതിൽ റിയലിസം ഹോസ്റ്റൺ കൊണ്ടുവന്നു. ഒന്നും കൂടി വായിക്കാം. ഹോസ്റ്റൺ ബ്രോട്ട് റിയലിസ്റ്റിക് എറ്റ് സറ്ററിക്കൽ പോർട്രയൽ ഓഫ് വുമൺഹുഡ് ഇൻടു ദി ഇംഗ്ലീഷ് നോവൽ. അപ്പൊ അദ്ദേഹത്തിന്റെ നോവലിൽ സ്ത്രീത്വത്തെ സറ്ററിസ്റ്റിക്കലായിട്ടാണ് പറയുന്നതെങ്കിലും അദ്ദേഹം അത് റിയലിസ്റ്റിക് ആക്കി മാറ്റി. എന്നാൽ ഓൺ ദ അതർ ഹാൻഡ് മറുവശത്ത് സ്കോട്ട് possessed qualities entirely different from ഹോസ്റ്റണിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ രീതി അല്ലെങ്കിൽ വ്യത്യസ്തമായ കഴിവുകളാണ് സ്കോട്ടിനുണ്ടായിരുന്നത്. സ്കോട്ട് തൻ്റെതായ രീതിയിൽ ഹിസ്റ്ററിയും പ്രസന്റ് ചെയ്തു.
ദ അതർ പോപ്പുലർ നോവലിസ്റ്റ്സ് ഓഫ് ദ ഏജ് ഇൻക്ലൂഡ്, ഈ കാലഘട്ടത്തിലെ മറ്റു ഫേമസ് ആയിട്ടുള്ള നോവലിസ്റ്റുകൾ അറിയണ്ടേ? ആരൊക്കെയാ? നോവലിസ്റ്റുകളായിരുന്നു ഒന്ന് മാരിയ എഡ്ജ്വർത്ത്, ജോൺ ഗാൾട്ട്, വില്യം ഹാരിസൺ ആൻഡ് ഫ്രെഡറിക് മാരിയറ്റ്. ഇവരൊക്കെയായിരുന്നു ഈ കാലഘട്ടത്തിലെ ഫേമസ് ആയിട്ടുള്ള നോവലിസ്റ്റുകൾ. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ദ സിഗ്നിഫിക്കൻറ്റ് ഡ്രാമാസ് ഓഫ് ദ റൊമാൻറ്റിക് എറ. റൊമാൻറ്റിക് കാലഘട്ടത്തിലെ ഫേമസ് ആയിട്ടുള്ള നാടകങ്ങൾ. ഇതോടുകൂടി എന്ത് ചെയ്യും? നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും. ഏതൊക്കെയാ? അപ്പോൾ were largely written by its major poets. അപ്പോൾ റൊമാൻറ്റിക് കാലഘട്ടത്തിലെ ഡ്രാമകൾ പ്രത്യേകിച്ച് വേറെ ആരും എഴുതിയതല്ല, ആ കാലഘട്ടത്തിലെ തന്നെ പോയറ്റ്സ് എഴുതിയ നാടകങ്ങളാണ്. അപ്പോൾ റൊമാൻറ്റിക് കാലഘട്ടത്തിലെ പോയറ്റ്സ്, കവികൾ എഴുതിയ നാടകങ്ങൾ തന്നെയാണ് ആ കാലഘട്ടത്തിലെ കവികൾ എഴുതിയ നാടകങ്ങൾ തന്നെയാണ് ആ കാലഘട്ടത്തിലെ ഫേമസ് ആയിട്ടുള്ള നാടകങ്ങളും. ദ മോസ്റ്റ് പോപ്പുലർ ജോണർ ഓഫ് ദ പീരീഡ് വാസ്, നാടകങ്ങളിൽ തന്നെ ഏറ്റവും ഫേമസ് ആയത് ഏതായിരുന്നു? വാസ് ട്രാജഡി. ഏതായിരുന്നു? ട്രാജഡി ആയിരുന്നു. ഏതൊക്കെയാണത്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേർഡ്സ്വർത്ത് ദ ബോർഡറേഴ്സ്, വേർഡ്സ്വർത്തിന്റെ ദ ബോർഡറേഴ്സ് എന്നുള്ളതും ആൻഡ് കോൾറിഡ്ജ് ദ റിമോസ്, കോൾറിഡ്ജിന്റെ റിമോസ് എന്നുള്ളതും were some of the most important tragedies of the time. ആ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ട്രാജഡീസിൽ ചിലതാണ്. ദ പ്രോട്ടാഗണിസ്റ്റ്സ് were, ഈ നാടകങ്ങളിലെ പ്രോട്ടാഗണിസ്റ്റുകൾ. ആരാ പ്രോട്ടാഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ? പ്രോട്ടാഗണിസ്റ്റ്, ആന്റഗോണിസ്റ്റ്, ഈ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രോട്ടാഗണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകൻ, ഹീറോ. ആന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ വില്ലൻ. അപ്പൊ ഈ ഒരു നാടകങ്ങളിലെ പ്രോട്ടോഗണിസ്റ്റുകൾ ഓഫൺ റിബല്യസ്, പലപ്പോഴും റിബല്യസ് ആയിരുന്നു, വഴക്കാളികളായിരുന്നു. മാത്രമല്ല ആൻഡ് ദ സ്റ്റോറി ലൈൻസ് പ്രൊമോട്ടഡ് ഇൻഡിവിജ്വലിസം, മാത്രമല്ല ഈ നാടകങ്ങളിലെ കഥകളിലെ ഇൻഡിവിജ്വലിസത്തെ പ്രൊമോട്ട് ചെയ്തു. നോക്കൂ, ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ട്രേസിംഗ് ദ ഹിസ്റ്ററി ഓഫ് ദി റൊമാൻറ്റിക് പീരീഡ്. നമ്മൾ റൊമാൻറ്റിക് പീരീഡിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വി ആർ ഏബിൾ ടു സീ ദാറ്റ്, നമുക്ക് കാണാൻ കഴിയും. എന്താണ് നമ്മൾ കാണുന്നത്? there was immense output in poetry, prose, fiction and drama. അപ്പോൾ നമ്മൾ ആ ഒരു റൊമാൻറ്റിക് പീരീഡിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, റൊമാൻറ്റിക് പീരീഡിൽ പോയട്രിയിലും പ്രോസിലും ഫിക്ഷനിലും ഡ്രാമയിലും എന്തുണ്ടായിട്ടുണ്ട്? ഇമ്മൻസ് ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഔട്ട്പുട്ടുകൾ, എന്ന് വെച്ചാൽ ഒരുപാട് വർക്കുകൾ, ഒരുപാട് ഡ്രാമകൾ, ഒരുപാട് പോയട്രികൾ, പ്രോസുകൾ, നോവലുകൾ ഈ കാലഘട്ടത്തിലെ കവികളുടേതായിട്ട് റൈറ്റേഴ്സിൻ്റെതായിട്ട്, കവികളുടെ മാത്രമല്ല റൈറ്റേഴ്സിൻ്റെതായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് കഥകളും കവിതകളും നോവലുകളും അതുപോലെ തന്നെ ഫിക്ഷനെല്ലാം, ഇവയുടെ എല്ലാം ഒരു കാലഘട്ടമായിരുന്നു റൊമാൻറ്റിക് പീരീഡ്. ഇത്രയാണ് നമുക്ക് റൊമാൻറ്റിക് പീരീഡിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് എസ്സേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ, നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എന്ത് ചെയ്യട്ടെ, നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യും. അപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ നല്ല പിന്തുണ, സപ്പോർട്ട് ഉണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.